ഇന്നത്തെ ചാപ്റ്ററിൽ മോഡലിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ മോഡലിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺസ്, ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, ഡിഫറെൻറ്റ് മോഡലിംഗ് ടൂൾസ് എന്നീ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി ഫ്രീ ബ്ലെൻഡർ കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂഷനായ ചാപ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഫസ്റ്റ് തൊട്ട് പഠിക്കാനായി ആ ഒരു പ്ലേലിസ്റ്റ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. അതേപോലെ നമുക്കായി ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനായി ഞാൻ ഒരു ഡിസ്കോഡും വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത 3D വർക്ക് ഇതിൽ പബ്ലിഷ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയാനും ഈ ഒരു ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നിങ്ങളെ സഹായിക്കും. സോ ഈ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ മോഡലിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങാം. ത്രീ ഡി മോഡലിംഗ് കൺസെപ്റ്റിൽ ഓരോ മെഷും വേർട്ടിസസ് വെച്ചാണ് ഫോം ചെയ്യുന്നത്. ഈ മെഷിൻ്റെ വേർട്ടിസസ് എഡ്ജ് വെച്ച് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഈ മൾട്ടിപ്പിൾ എഡ്ജ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫേസ് അല്ലെങ്കിൽ പോളിഗൺ ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എൻ്റെ സീനിൽ നമുക്ക് 8 ഡോട്ട്സ് കാണാൻ പറ്റും. ഇതിനെയാണ് ഈ വേർട്ടിസസ് എന്ന് പറയുന്നത്. സിംഗുലർ ആണെങ്കിൽ വേർട്ടെക്സ്, പ്ലൂറൽ ആണെങ്കിൽ വേർട്ടിസസ്. അപ്പോൾ ഇവിടെ ഞാൻ 2 വേർട്ടിസസ് കണക്ട് ചെയ്താൽ ഒരു ലൈൻ കിട്ടി. ഇതിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മൾട്ടിപ്പിൾ വേർട്ടിസസ് ഇതേപോലെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് 4 എഡ്ജും കിട്ടി. അപ്പോൾ ഈ 4 എഡ്ജ് കൊണ്ട് ഈ 4 എഡ്ജ് കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ഫേസ് കിട്ടി, അല്ലെങ്കിൽ ഇതിനെ പോളിഗൺ എന്നും പറയാം. ഇങ്ങനെയാണ് ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എനിക്കൊരു ക്യൂബ് കിട്ടും. അപ്പോൾ മെയിൻലി 3 തരം പോളിഗൺസാണ് ഉള്ളത്. ഒന്ന് ട്രയാങ്കിൾ, 2 ക്വാഡ്, മൂന്നാമത്തേത് എൻഗോൺ. അതിൽ 3 വേർട്ടീസസ് ഉള്ളത് ട്രയാങ്കിൾ, 4 വേർട്ടീസസ് ഉള്ളത് ക്വാഡ് എന്ന് വിളിക്കും. 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേർട്ടീസസ് ഉണ്ടെങ്കിൽ അതിനെ എൻഗോൺ എന്നും വിളിക്കും. അപ്പോൾ ഈ 3 തരം പോളിഗൺസിൻ്റെയും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പ്ലെയിൻ മെഷിൽ നമുക്ക് വേർട്ടീസസ് കാണാൻ പറ്റും. കുറേ വേർട്ടീസസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ട്രയാങ്കിൾ, ക്വാഡ്, എൻഗോൺ ഈ 3 തരം പോളിഗൺസും ഈ പ്ലെയിനിൽ തന്നെ ഉണ്ട്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗെസ് ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എപ്പോഴും 3 വേർട്ടീസസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും 1, 2, 3. ഈ ഒരു പോളിഗൺ ട്രയാങ്കിളാണ്. അതേപോലെ ഇതും 1, 2, 3 ഒരു ട്രയാങ്കിളാണ്. പിന്നെ 4 വേർട്ടീസസ് ഉള്ള ക്വാഡ് നിങ്ങൾക്ക് ഭൂരിഭാഗവും ഇവിടെ കാണാൻ പറ്റും. ഇത് ഒരു ക്വാഡ് ടൈപ്പ് ഓഫ് പോളിഗണാണ്. 4 വേർട്ടീസസ് ഉള്ള 1, 2, 3, 4 ഇതൊക്കെ ഒരു ക്വാഡ് ടൈപ്പ് പോളിഗണാണ്. പിന്നെ അടുത്ത എൻഗോൺ, 5 കൂടുതലോ വേർട്ടീസസ് ഉണ്ടെങ്കിൽ അതൊരു എൻഗോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 1, 2, 3, 4, 5, 6, 7, 8 വേർട്ടീസസ് ഉള്ള ഒരു പോളിഗണാണ്. അപ്പോൾ ഇതിനെ എൻഗോൺ എന്ന് വിളിക്കും. അപ്പോൾ ആസ് എ 3D ആർട്ടിസ്റ്റ് നിങ്ങൾ ഇതിൽ ക്വാഡ് വെച്ചായിരിക്കും ഒരു മെഷ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻഗോൺസും ട്രയാങ്കിൾസും കഴിയുന്നത് ഒഴിവാക്കണം. കാരണം ക്വാഡ് ടൈപ്പിൽ ഇവിടെ നിങ്ങൾക്കൊരു മെഷിനെ ഈസിയായി മോഡൽ ചെയ്യാനും ഈസിയായി ഷേപ്പിനെ ഡീഫോം ചെയ്യാനും സബ് ഡിവൈഡ് ചെയ്യാനും ക്വാഡ് ടൈപ്പിന് പറ്റും. പക്ഷേ നിങ്ങൾ ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ക്യാരക്ടർ മോഡൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡൽ ഗെയിമിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മോഡൽസ് ക്വാഡ് ടൈപ്പിൽ നിന്ന് ട്രയാങ്കിൾ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ട്രയാങ്കുലർ ടൈപ്പ് മോഡൽസ് കമ്പ്യൂട്ടേഴ്സിന് ഈ വേർട്ടിസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അത്ര കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് കുറയും. അതുകൊണ്ടാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ അധികം മോഡൽസും ട്രയാങ്കിൾ ടൈപ്പിൽ കാണപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂസ് ആണെങ്കിൽ പ്രശ്നമില്ല. ഇനി അങ്ങോട്ട് മോഡലിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നായി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡലിങ്ങിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് മോഡ് ആൻഡ് എഡിറ്റ് മോഡാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മെയിൻ കളക്ഷനിൽ എക്സാമ്പിളിന് വേണ്ടി ഞാൻ 3 മെഷ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മങ്കി, ഒരു ടോറസും പിന്നെ ഒരു കോണും. നിലവിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒബ്ജക്റ്റ് മോഡിലാണ്. ഈ ഒരു ഒബ്ജക്റ്റ് മോഡിൽ നമുക്ക് ഒരു മെഷിനെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു മെഷിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഒരു സ്പെസിഫിക് മെഷ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനായി നമുക്ക് എഡിറ്റ് മോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ടോറസ് സെലക്ട് ചെയ്ത് ഇവിടെ മുകളിൽ ഒബ്ജക്റ്റ് മോഡ് സെലക്ട് ചെയ്ത് ഈ ഡ്രോപ്പ് ഡൗണിൽ എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ടോറസിൻ്റെ ചുറ്റുമായി ഔട്ട്ലൈൻ കാണാൻ പറ്റും.
ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ടാബ്. അപ്പോൾ നിങ്ങളുടെ കീബോർഡിൽ ടാബ് പ്രസ് ചെയ്താൽ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും തമ്മിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ടാബ് പ്രസ് ചെയ്താൽ എഡിറ്റ് മോഡിൽ പോകും, വീണ്ടും പ്രസ് ചെയ്താൽ ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, ഒബ്ജക്റ്റ് മോഡ്. ഈ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കാണാനായി ഈ ഓവർലേ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഔട്ട്ലൈൻ കാണാൻ പറ്റൂ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ടോറസിൻ്റെ എഡിറ്റ് മോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ടോറസിൻ്റെ എഡിറ്റ് മോഡ് ഉള്ള സമയത്ത് നമ്മൾ ഈ കോണിനെയോ അല്ലെങ്കിൽ ഈ മങ്കീനെയോ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവില്ല. കാരണം ഈ ടോറസിൻ്റെ എഡിറ്റ് മോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ എഡിറ്റ് മോഡ് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ വന്ന ശേഷം ഈ കോണിനെ ഞാൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ നമുക്ക് ഈ കോണിൻ്റെ ഔട്ട്ലൈൻ കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ഈ ടോറസോ മങ്കിയോ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവില്ല. കാരണം ഇതിപ്പോൾ കോണിൻ്റെ എഡിറ്റ് മോഡിലാണ് ഉള്ളത്. നമുക്ക് ഈ കോണിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇതിപ്പോൾ എഡിറ്റ് മോഡിലാണുള്ളത്. ഞാൻ ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ പോയാൽ ആ ഐക്കൺ അവിടെ നിന്ന് പോവും. പക്ഷേ വീണ്ടും ടാബ് പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കോണ് എഡിറ്റ് മോഡിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കോണിൻ്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ വേർട്ടെക്സ് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പോകുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം അറിയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ടോറസ്, ഉദാഹരണത്തിന് ഈ ടോറസിനെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു ടോറസിൻ്റെ എഡിറ്റ് മോഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മെഷ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ക്യൂബ് ആഡ് ചെയ്താൽ, അപ്പോൾ ഞാനിവിടെ ടോറസിൻ്റെ ഉള്ളിലാണ്, നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ടോറസിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ക്യൂബിനെ ആഡ് ചെയ്തു. ഇനി ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോയാൽ ഈ ടോറസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതോടൊപ്പം തന്നെ ഈ ക്യൂബും സെലക്ട് ആവും. കാരണം ടോറസിൻ്റെ ഉള്ളിൽ ഉള്ള മെഷാണ് ഈ ക്യൂബ്. അപ്പോൾ ഈ കോണ് സെലക്ട് ചെയ്താൽ ഈ കോണ് സെലക്ട് ആവും. ടോറസ് സെലക്ട് ചെയ്താൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ ക്യൂബും സെലക്ട് ആവും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മോഡിൽ ഈ ടോറസിനെ നമ്മൾ സ്കെയിൽ ചെയ്താലോ റൊട്ടേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മൂവ് ചെയ്താലോ അതോടൊപ്പം തന്നെ ഈ ക്യൂബും അതേപോലെ ട്രാൻസ്ഫോം ആവുന്നതായിരിക്കും. ഇനി ഈ ക്യൂബിനെ നിങ്ങൾക്ക് ഈ ടോറസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് മോഡിൽ പോവാം. ഈ ക്യൂബിനെ ആദ്യം സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യാൻ ഷോർട്ട് കട്ട് കീ ഉണ്ട്, എല്ലാണ്. നിങ്ങളുടെ കീബോർഡിൽ എല്ല് പ്രസ് ചെയ്താൽ ഈ കണക്റ്റഡ് ആയിട്ടുള്ള മെഷ് എല്ലാം സെലക്ട് ആവും. അപ്പോൾ ഷിഫ്റ്റ് എല്ല് പ്രസ് ചെയ്താൽ ഡീസെലക്ട്, എല്ല് പ്രസ് ചെയ്താൽ സെലക്ട്. നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ടോറസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. എല്ല് പ്രസ് ചെയ്താൽ ആ കണക്റ്റഡ് ആയിട്ടുള്ള ടോറസ് മെഷ് മാത്രം സെലക്ട് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ടോറസ് വേണ്ട, അപ്പോൾ ഷിഫ്റ്റ് എല്ല് പ്രസ് ചെയ്ത് ഞാൻ ക്യൂബ് മാത്രം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം പി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ പി ക്ലിക്ക് ചെയ്താൽ സെപ്പറേറ്റ് കാണും. അതിൽ നിങ്ങൾക്ക് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ക്യൂബ് ഇപ്പോൾ വേറൊരു ഒബ്ജക്റ്റാണ്, വേറൊരു മെഷാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്യൂബിന് റിനെയിം ചെയ്യാം. അപ്പോൾ ഇത് ടോറസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റായി മാറി. അപ്പോൾ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം വളരെ ഈസിയാണ്. ഒബ്ജക്റ്റ് മോഡിൽ നമുക്ക് ഓരോ മെഷ് നമുക്ക് വേണമെങ്കിൽ മെയിൻലി റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എഡിറ്റ് മോഡിൽ നിങ്ങൾക്ക് ഒരു മെഷിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ വേർട്ടെക്സ് എഡ്ജ് ഫേസ് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വേർട്ടെക്സ് എഡ്ജ് ഫേസ് ഒക്കെ മോഡിഫൈ ചെയ്യാനാണ് മെയിൻലി എഡിറ്റ് മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന മെഷ് സെലക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണത്തിനായി സ്ഫിയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഫിയറിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ നമുക്ക് 3 തരം സെലക്ഷന് ചെയ്യാൻ പറ്റും. ഇവിടെ ടോപ്പിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും 3 തരം സെലക്ഷൻ മോഡ്. അതിൽ ഒന്നാമത്തേതാണ് വേർട്ടെക്സ് സെലക്ഷൻ മോഡ്, രണ്ടാമത്തെ എഡ്ജ്, മൂന്നാമത്തെ ഫേസ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. നിങ്ങളുടെ കീബോർഡിൽ 1 പ്രസ് ചെയ്താൽ വേർട്ടെക്സ് മോഡ്, 2 പ്രസ് ചെയ്താൽ എഡ്ജ് മോഡ്, 3 പ്രസ് ചെയ്താൽ ഫേസ് മോഡും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 2 ഫേസും അതിൻ്റെ ഇടയിലുള്ള ഫേസും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഈ ഒരു ഫേസ് കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്താൽ ഇതേപോലെ
ഈ 2 ഫേസിൻ്റെ ഇടയിലുള്ള ഈ 3 ഫേസും സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ കൺട്രോൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് മറ്റ് സെലക്ഷൻ മോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു സെലക്ട് ബോക്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബോക്സായി വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സർക്കിളായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ സെലക്ട് ലാസോ, നിങ്ങൾക്ക് ലാസോ ആയിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയൊരു ഫേസ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഫേസിനെ എക്സ്പാൻഡോ അതോ ഷ്രിങ്കോ ചെയ്യാൻ പറ്റും. അതിനായി ഒരു ഫേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ കീബോർഡിൽ കൺട്രോള് നംപാഡ് പ്ലസ് പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഫേസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾ നംപാഡ് മൈനസ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഷ്രിങ്കും ചെയ്യാൻ പറ്റും. കൺട്രോൾ നംപാഡ് പ്ലസ് എക്സ്പാൻഡ്, കൺട്രോൾ നംപാഡ് മൈനസ് ഷ്രിങ്ക്. ഇനി ആൾട്ട് പ്രസ് ചെയ്ത് നിങ്ങളൊരു ഫേസ് സെലക്ട് ചെയ്താൽ ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾട്ട് ഞാൻ ഇവിടെ പ്രസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്താൽ എനിക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൂപ്പ് സെലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർസർ എവിടെയാണുള്ളതെന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റോ അതോ റൈറ്റോ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ, ആൾട്ട് സെലക്ട് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഹൊറിസോണ്ടലായിട്ടായിരിക്കും ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു മുകളിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തായിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ, ആൾട്ട് സെലക്ട് ചെയ്താൽ ഇതേപോലെ എനിക്ക് വേർട്ടിക്കലായിട്ടായിരിക്കും എനിക്ക് ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി അറിയാനുള്ളത് വെച്ചാൽ, ഇവിടെ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് വിട്ട് ഞാൻ വേറൊരു ഫേസ് സെലക്ട് ചെയ്ത് ഇതേ പാറ്റേണിൽ എനിക്ക് ഈ ഒരു ഹൊറിസോണ്ടലായി ഫുൾ എനിക്ക് ഇതേപോലെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് പ്ലസ് പ്രസ് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഗ്യാപ്പ് വിട്ട് ഈ ഒരു പാറ്റേണിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഷിഫ്റ്റ് മൈനസ് നംപാഡ് മൈനസ് പ്രസ് ചെയ്താൽ എനിക്ക് ഇതേപോലെ എനിക്ക് ഡീസെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് രണ്ട് ഗ്യാപ്പ് വിട്ട് ഞാൻ ഇവിടെ ഫേസ് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് പ്രസ് ചെയ്താൽ എനിക്കിതേപോലെ ഈ ഒരു പാറ്റേണിൽ എനിക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് മൈനസ് എനിക്ക് ഡീസെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെഷ് സെലക്ഷനെ കുറിച്ച് മെയിനായി അറിയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്ട്രൂഡ് ടൂളിനെ പറ്റിയാണ്. മോഡലിംഗ് ചെയ്യുമ്പോൾ അധികവും യൂസ് ചെയ്യുന്ന ഒരു ടൂളിൽ ഒന്നാണ് എക്സ്ട്രൂഡ്. സോ ഇവിടെ ഞാൻ ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഈ ടൂൾ ബാറിൽ ഈ കാണുന്ന ഐക്കൺ, ഇതാണ് എക്സ്ട്രൂഡ് റീജിയൻ, ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ഫേസിൻ്റെ നോർമൽസിൻ്റെ ഡയറക്ഷൻ എവിടെയാണോ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു ഐക്കൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽസ് വെച്ചാൽ ഞാൻ ഇവിടെ ഇത് എനേബിൾ ചെയ്താൽ നമുക്ക് ഈ ഒരു ബ്ലൂ ലൈന് കാണാം. ഒന്ന് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മെഷിൽ എല്ലാ ഫേസിനും അതിൻ്റേതായ നോർമൽസ് ഉണ്ടാവും. ഈ നോർമൽസ് എപ്പോഴും ഫേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ഫേസിൻ്റെ നോർമൽസാണ് ഇത്, ഈ ഫേസിൻ്റെ ആണെങ്കിൽ ഇത്, ഈ ഫേസിൻ്റെ ഇത്, അങ്ങനെ ഓരോ ഫേസിനും പ്രത്യേകിച്ച് അതിൻ്റേതായ ഡയറക്ഷനിലുള്ള നോർമൽസ് ഉണ്ടാവും. അപ്പോൾ ഈ നോർമൽസ് വെച്ചാണ് ഈ ഓരോ മെഷിൻ്റെയും ലൈറ്റിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് നോർമൽസിൻ്റെ ഇതൊന്ന് ടേൺ ഓഫ് ചെയ്ത ശേഷം ഞാൻ ഈ മുകളിലെ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ ഐക്കണ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസും ഈ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയ ഫേസിൻ്റെ ഇടയിൽ ഈ എഡ്ജും ഫേസും എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഇ ആണ്. അപ്പോൾ നിങ്ങളൊരു ഫേസ് സെലക്ട് ചെയ്ത് ഇ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇ പ്രസ് ചെയ്താൽ ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഫേസ് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരു ക്രോസിലാണ് ഉള്ളത്. അപ്പോൾ ഈ നോർമലിൻ്റെയും നമുക്ക് ഞാൻ നോർമൽ ടേൺ ഓൺ ചെയ്യുന്നത്,
ഈ നോർമലിൻ്റെയും ആവറേജ് എടുത്താണ് ഇത് ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേറെ രീതിയിൽ എക്സ്ട്രൂഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ റൈറ്റ് ക്ലിക്ക്. അപ്പോൾ നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് നിങ്ങളുടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. എവിടെയാണ് നിങ്ങളുടെ ഈ മൗസ് കർസർ ഉള്ളത് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രൂഡായി കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വേർട്ടെക്സ് അല്ലെങ്കിൽ എഡ്ജ് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേർട്ടെക്സ് സെലക്ട് ചെയ്താൽ ഇതേപോലെ എനിക്ക് വേണ്ട വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. ശേഷം പ്രസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാനും പറ്റും. പ്രസ് ചെയ്ത് ഇപ്പോൾ എക്സ് പ്രസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് എക്സ് ആക്സിസിലായിരിക്കും എക്സ്ട്രൂഡ് ആവുന്നത്. അതേപോലെ നമുക്ക് എഡ്ജും ചെയ്യാവുന്നതാണ്. ഇവിടെ എഡ്ജ് സെലക്ട് ചെയ്താൽ വേണ്ട എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യുക. ശേഷം പ്രസ് ചെയ്ത് നമുക്ക് എക്സ് പ്രസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു എക്സ്ട്രൂഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്ത ശേഷം Ctrl Z പ്രസ് ചെയ്താൽ ആ ഒരു എക്സ്ട്രൂഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ ആ ഒരു ഫേസ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എക്സ്ട്രൂഷൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഈ ജോമെട്രി ഒന്ന് മൂവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ആ എക്സ്ട്രൂഡ് ക്യാൻസലാക്കിയ ശേഷവും ഈ ജോമെട്രി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ബ്ലെൻഡറിലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ക്യൂബിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് സ്കെയിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ജോമെട്രി കൊണ്ട് നമുക്ക് സ്കെയിലാക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ജോമെട്രി ഞാൻ ഇതേപോലെ എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ശേഷം എനിക്ക് വീണ്ടും വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയും അതേപോലത്തെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ആ എക്സ്ട്രൂഷൻ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതേപോലെ എനിക്ക് സ്കെയിൽ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതല്ല എനിക്ക് വേണ്ടത്. അപ്പോൾ എക്സ്ട്രൂഷൻ വീണ്ടും ചെയ്യുക. ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ അടിക്കുക. അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ ഫേസ് അവിടെ തന്നെ ഉണ്ട്. ശേഷം വീണ്ടും സ്കെയിൽ ചെയ്ത് ഇതേപോലെ എനിക്ക് സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുന്നു. ശേഷം എക്സ്ട്രൂഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു. ഇതേപോലെ എനിക്ക് ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് എക്സ്ട്രൂഡ് റീജിയനാണ്. ഇനി ഉദാഹരണത്തിന് നമുക്ക് ഈ മൾട്ടിപ്പിൾ ഫേസ് അതിൻ്റേതായ ഡയറക്ഷനിൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ പ്രസ് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റിസൾട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഓരോ ഫേസും അതിൻ്റേതായ ആക്സിസിലായിരിക്കണം എക്സ്ട്രൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്ത് ഇവിടെ എക്സ്ട്രൂഡ് അലോങ് നോർമൽസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്താൽ ഇതേപോലെ എനിക്ക് കണക്റ്റഡ് ആയിട്ടായിരിക്കും എഡ്ജസ് കിട്ടുന്നത്. നേരെ മറിച്ച് എനിക്ക് കണക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ഇൻഡിവിജ്വൽ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്താൽ ഇതേപോലെ കാണാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് അതിൻ്റേതായ ഫേസിൽ തന്നെ എക്സ്ട്രൂഡ് ആവുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. Alt പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ Alt പ്രസ് ചെയ്താൽ എക്സ്ട്രൂഡ് ഫേസസ് സാധാ ബേസിക് എക്സ്ട്രൂഷൻ. Alt പ്രസ് ചെയ്ത് അലോങ് നോർമൽസ് ഇതേപോലെ നോർമൽ കണക്റ്റായി കിട്ടുന്ന എക്സ്ട്രൂഷൻ ടൈപ്പ്. പിന്നെ ഇൻഡിവിജ്വൽ ഫേസ് ഇതേപോലെ. പിന്നെ പറയാൻ വിട്ട ഓപ്ഷൻ എക്സ്ട്രൂഡ് ടു കഴ്സർ. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്തില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ഇതേപോലെ കഴ്സർ എവിടെയാണോ അവിടെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്ട്രൂഷനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൂളിലോട്ട് കിടക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസെർട്ട് ടൂളാണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ നമുക്ക് ടൂൾ ബാറിൽ രണ്ടാമത്തെ ടൂളാണ് ഇൻസെർട്ട് ഫേസസ്. അപ്പോൾ ഇൻസെർട്ട് കൊണ്ട് ഈ കോർണറിലുള്ള എഡ്ജ് ഉള്ളിലോട്ട് വലിക്കാൻ പറ്റും. ഇവിടെ ഈ റൗണ്ട് സർക്കിളിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഇൻസെർട്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്പറേറ്റർ പാനൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിലൊരു 3-4 മെയിൻ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ തിക്നെസ്. ഈ തിക്നെസ് നമുക്ക് വേണമെങ്കിൽ
ഇതേപോലെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡെപ്ത്ത് നമ്മുടെ ഹൈറ്റ്, ഇതേപോലെ ഹൈറ്റ് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. പക്ഷേ ഡെപ്ത്തിന് പകരം നമുക്ക് മുന്നേ പഠിച്ച എക്സ്ട്രൂഡ് എന്ന ടൂള് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പ്രസ് ചെയ്താൽ ഇതേപോലെ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ശേഷം വീണ്ടും എനിക്ക് പ്രസ് ചെയ്താൽ ഷോർട്ട് കട്ടാണ്, ഇൻസെറ്റിൻ്റെ ഷോർട്ട് കട്ടാണ് അപ്പോൾ പ്രസ് ചെയ്ത് വീണ്ടും ഇൻസെറ്റ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. ഇതേപോലെ എനിക്ക് ഒരു ഷേപ്പ് ലഭിക്കും. പിന്നെ ഇൻസെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഔട്ട്സെറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്പറേറ്റർ പാനലിൽ ഔട്ട്സെറ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ എഡ്ജെല്ലാം ഇൻസൈഡിലേക്ക് പോകുന്നതിന് പകരം പുറത്തേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ഔട്ട്സെറ്റിലും വേണമെങ്കിൽ ഇതേപോലെ തിക്നെസ് മാറ്റാം, ഇതിൻ്റെ ഡെപ്ത്തും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഓരോ ഫേസിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ ഇൻസെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്യൂബിന് ഈ 3 ഫേസ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇൻസെറ്റ് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഒരു റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇതേപോലെ പോകാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതെല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇൻഡിവിജ്വലായിട്ട് 3 ഫേസിലും ഇൻസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റർ പാനൽ വരാം. ഇവിടെ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഓരോ ഫേസും അതിൻ്റെ സർഫേസിൽ തന്നെ ഇൻസെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തിക്നെസ് കൂട്ടാം, കുറയ്ക്കാം, ഡെപ്ത്ത് കൂട്ടാം, ഇതേപോലെ കുറയ്ക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റൈല് നമുക്ക് ഈ ഒരു ഉദാഹരണം നമുക്ക് സ്ഫിയറിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ഫിയർ ആഡ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതേപോലെ കുറച്ച് ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഇതേപോലെ സ്മൂത്തായി ഓരോന്നിൻ്റെയും അതിൻ്റേതായ ഫേസിൽ തന്നെ ഇൻസെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡെപ്ത്ത് കൂട്ടാം. ഇനി വെറുതെ രസത്തിന് വേണ്ടി എനിക്ക് വീണ്ടും ഇൻസെറ്റ് ചെയ്ത ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഇൻഡിവിജ്വൽ ഫേസ്, ഇതേപോലെ എനിക്ക് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലൊരു മോഡൽ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻസെറ്റിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് കടക്കാം. റിയൽ വേൾഡിൽ മിക്ക ഒബ്ജക്റ്റ് എടുത്തു നോക്കിയാലും അതിൻ്റെ എഡ്ജിൻ്റെ ഷാർപ്പ്നെസ് പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷേ 3D ഗ്രാഫിക്സിൻ്റെ ലോകത്ത് ഒരു ഷേപ്പ്, ഈ ഒരു ക്യൂബ് തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഈ ക്യൂബിൻ്റെ എഡ്ജ് വളരെ ഹാർഡായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് റെൻഡറിങ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു റിയലിസം നമുക്ക് നഷ്ടപ്പെടും. ഇതിന് പരിഹാരമായി നമുക്ക് ബെവൽ ടൂളിൻ്റെ സഹായം ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ബെവലിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മുടെ മോഡലിംഗ് ടൂൾ ബാറിലെ ടൂൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ മോഡിഫയറിൽ ബെവൽ സെലക്ട് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ബെവൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 രീതിയും നോക്കാം. ആദ്യത്തേത് മോഡലിംഗ്. ഈ ക്യൂബിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ പോയാൽ ഈ ടൂൾ ബാറിൽ 3ാമത്തെ ഓപ്ഷൻ ഇതാണ് ബെവൽ. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ലൈന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു മെഷീനെ നമുക്ക് ബെവലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബെവൽ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റർ പാനലിൽ വേറെ കുറേ സെറ്റിങ്സ് കാണാൻ പറ്റും. അതിലൊന്നാണ് വിഡ്ത്ത്. നിങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. സെഗ്മെൻറ്റ്സ് ബെവലിൻ്റെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഇതിനെ ഇൻക്രീസ് ചെയ്താൽ ഇതേപോലെ സ്മൂത്തായി നമുക്ക് ബെവലിംഗ് കിട്ടും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്തതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസോഴ്സ് CPU റിസോഴ്സും അധികമാവും. അപ്പോൾ അത് എപ്പോഴും ഒരു മിതമായ രീതിയിൽ വെക്കുക. പിന്നെ ഷേപ്പ് കൊണ്ട് നിങ്ങളുടെ ബെവലിൻ്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡിക്രീസ് ചെയ്താൽ ഇതേപോലെ ഉള്ളിലോട്ടേക്കായി കേവ് ആവും. പിന്നെ ഇൻക്രീസ് ചെയ്താൽ ഇതേപോലെ പുറത്തോട്ടേക്കായിട്ടും കേവ് ആവും. വിഡ്ത്ത് ടൈപ്പ് കൊണ്ട് നിങ്ങളുടെ ബെവലിംഗ് വേറെ വ്യത്യസ്ത കാൽക്കുലേഷൻസിലായിരിക്കും ബെവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എഡ്ജാണ് ബെവലായിട്ടുള്ളത്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓപ്ഷനിൽ എഡ്ജാണ് ബെവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് വേർട്ടീസസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ബെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 8 കോർണറിലുള്ള വേർട്ടീസസ് മാത്രം ബെവലാവും.
പിന്നെ ബെവലിങ്ങിലുള്ള അടുത്ത നല്ലൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഇപ്പോൾ ബെവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് ഇതാക്കാം. അപ്പോൾ ഇവിടെ ഈ താഴെ പ്രൊഫൈൽ ടൈപ്പ് കാണുന്നില്ലേ, ഈ പ്രൊഫൈൽ ടൈപ്പിൽ ഇപ്പോൾ ഉള്ളത് സൂപ്പർ എലിപ്സ് ആണ്, ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കസ്റ്റം സെലക്ട് ചെയ്താൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇവിടെ ഷേപ്പ് ഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതേപോലെ മോഡിഫൈ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ആവുന്നത് കാണാം. അപ്പോൾ ഇതിൽ തന്നെ ഒരു കുറച്ച് 4-5 പ്രീസെറ്റ്സ് കാണാൻ പറ്റും. ഡീഫോൾട്ട് ഇതേപോലത്തെ ലൈനാണ്, പിന്നെ സപ്പോർട്ട് ലൂപ്സ്, പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണേഴ്സ് മോൾഡിങ്, നമുക്ക് വീട്ടിലൊക്കെ ഇത് കാണാൻ പറ്റും. പിന്നെ ക്രൗൺ മോൾഡിങ്, അതുപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യൂബിനെ ബെവൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+B ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് Ctrl+B പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ബെവൽ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മൗസ് വീല് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതേപോലെ സെഗ്മെൻറ്റ്സ് ഡിക്രീസ് ചെയ്യാം, അപ്പ് ചെയ്താൽ ഇതേപോലെ ഇൻക്രീസും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേർട്ടെക്സ് ബെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം Ctrl+Shift+B പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു വേർട്ടെക്സ് ബെവൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് ഡിക്രീസ് ചെയ്യാനായി സ്ക്രോൾ ഡൗൺ, സെഗ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായി സ്ക്രോൾ അപ്പും ചെയ്യാം. ഇനി ഇതേ ബെവലിംഗ് നമുക്ക് മോഡിഫയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ആഡ് മോഡിഫയർ കാണാം. ഇവിടെ നമുക്ക് ഈ ബെവൽ സെലക്ട് ചെയ്താൽ ഇതേപോലെ നമുക്ക് ബെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മുമ്പ് ഓപ്പറേറ്റർ പാനലുണ്ടായ സെറ്റിംഗ് ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, നിങ്ങൾക്ക് സ്മൂത്ത്നെസ് കൂട്ടാം കുറയ്ക്കാം, അതേപോലെ പ്രൊഫൈൽസും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ അപ്ലൈ കൊടുത്താൽ ഈ ബെവലിംഗ് അപ്ലൈ ആവുന്നതായിരിക്കും. മോഡലിങ്ങിൽ ഏറ്റവും പവർഫുൾ ടൂളിലൊന്നാണ് ലൂപ്പ് കട്ട്. നിങ്ങൾ മോഡൽ ചെയ്യുമ്പോൾ മെഷീന് മാനുവലി ഒരു എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാനാണ് ഈ ലൂപ്പ് കട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ നമ്മുടെ ടൂൾ ബാറിൽ ഈ ഒരു ഐക്കൺ ഉള്ളതാണ് ലൂപ്പ് കട്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഈ മെഷീൻ്റെ അടുത്ത് നമ്മൾ ഇതേപോലെ ഹവർ ചെയ്താൽ നമുക്ക് യെല്ലോ ലൈൻസ് കാണാൻ പറ്റും. ഇതാണ് ഒരു എഡ്ജ് ലൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാം. ശേഷം റിലീസ് ചെയ്താൽ ആ ഒരു സ്ഥലത്ത് ലൂപ്പ് കട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൂപ്പ് കട്ട് എപ്പോഴും സെൻറ്ററിലായിരിക്കും ഉണ്ടാകുന്നത്, 2 എഡ്ജിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ ഒരു ലൂപ്പ് കട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ലൂപ്പ് കട്ട് ചെയ്താൽ ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഹോൾഡ് ചെയ്ത് എനിക്ക് വേണ്ടടുത്ത് റിലീസ് ചെയ്യാം. പക്ഷേ വീണ്ടും ആ ഒരു സെൻറ്റർ പോയിന്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു സെൻറ്റർ പോയിന്റിൽ തന്നെ സ്നാപ്പ് ആവുന്നതായിരിക്കും. ഈ 2 എഡ്ജിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും ഈ ഒരു ലൂപ്പ് കട്ട് വരുന്നത്. അപ്പോൾ ലൂപ്പ് കട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഓപ്പറേറ്റർ പാനൽ വരും. ഈ ഒരു പാനലിൽ നമുക്ക് ആദ്യത്തെ സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്പർ ഓഫ് കട്ട്സ്, നിങ്ങൾക്ക് എത്ര കട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 1 ആണുള്ളത്, ഒരു കട്ടല്ലേ ഉള്ളത്. നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് കട്ട്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ സ്മൂത്ത്നെസ്, ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്മൂത്ത് അഡ്ജസ്റ്റ് ആവുന്നത് ഈ ഒരു ഫോൾ ഓഫിൻ്റെ ഇത് വെച്ചാണ്. അപ്പോൾ ഇവിടെ ഷാർപ്പ് കൊടുത്താൽ ഇതേപോലെ ഷാർപ്പായിരിക്കും കിട്ടുന്നത്. അതേപോലെ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെയുള്ളതാണ് ഫാക്ടർ. നിങ്ങൾക്ക് എവിടെ സ്ലൈഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നമ്പർ ഓഫ് കട്ട് ഡിക്രീസ് ചെയ്ത് ഇതേപോലെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു അറ്റോ അല്ലെങ്കിൽ മറ്റൊരു അറ്റത്തിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+R ആണ്. അപ്പോൾ നിങ്ങൾ Ctrl+R പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ലൂപ്പ് കട്ട് എനേബിൾ ആകും. ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് സ്ലൈഡിങ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിച്ച പൊസിഷനിൽ ലൂപ്പ് കട്ട് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ വെക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്പർ ഓഫ് കട്ട്സും വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീയിൽ പറ്റും. Ctrl+R പ്രസ് ചെയ്ത് നിങ്ങളുടെ മൗസിൽ സ്ക്രോൾ അപ്പ് ചെയ്താൽ ഇതേപോലെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതേപോലെ ഡിക്രീസും ചെയ്യാം. ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലൂപ്പ് കട്ട് ഇവിടെ ആഡ് ആവും.
അപ്പോൾ ഈ ലൂപ്പ് കട്ടിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളായി നമുക്കൊരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ക്യൂബ് ആഡ് ചെയ്യുന്നു. ഈ ക്യൂബിനെ ഞാൻ ജസ്റ്റ് Z ആക്സിസിൽ കുറച്ച് സ്കെയില് ഡിക്രീസ് ചെയ്യുന്നു. ശേഷം ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു ടോപ്പ് വ്യൂ ഞാൻ എടുക്കുന്നു. ടോപ്പ് വ്യൂ എടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു. നമുക്ക് എക്സ്റേ മോഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് ഞാൻ ഗ്രാബ് ചെയ്ത് G പ്രസ് ചെയ്ത് X ആക്സിൽ കുറച്ച് മൂവ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ Ctrl R പ്രസ് ചെയ്ത് നമുക്ക് ഒരു ലൂപ്പ് കട്ട് ഇവിടെ ഈ ഒരു എഡ്ജിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ലൂപ്പ് കട്ട് ഇവിടെയും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റ് രണ്ട് സൈഡിലും നമുക്ക് ആഡ് ചെയ്യാം. Ctrl R ലൂപ്പ് കട്ട്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, Ctrl R ലൂപ്പ് കട്ട്, ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു എഡ്ജ് ഈ സെലക്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം G പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യം G പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഒരു എഡ്ജ് ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ആയി. അതേപോലെ തന്നെ G ഇതേപോലെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം ഞാൻ ഫേസ് സെലക്ഷൻ മോഡിൽ പോകുന്നു. എന്നിട്ട് 4 ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 ഫേസ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യം പഠിച്ച ടൂൾ എക്സ്ട്രൂഡ്, അപ്പോൾ ഈ പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു എഡ്ജ് ലൂപ്പോ അല്ലെങ്കിൽ വേർട്ടിസസോ ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് മോഡലിങ്ങിലെ നൈഫ് എന്ന ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ നൈഫ് ടൂൾ ഉപയോഗിക്കാനായി നിങ്ങൾക്ക് എഡിറ്റ് മോഡിൽ പോവുക. ഇവിടെ താഴെ വന്നാൽ ഈ ഒരു ഐക്കൺ കാണുന്നിടത്താണ് നൈഫ് മോഡുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ ഇതേപോലത്തെ ഒരു നൈഫിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മെഷീനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനായി ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്ത ശേഷവും ഇവിടെ നമുക്ക് ഈ ഒരു ലൈന് കാണാം, ഒരു മെറൂൺ അല്ലെങ്കിൽ പിങ്ക് കളർ ലൈന്. അപ്പോൾ ഈ കട്ട് അപ്ലൈ ചെയ്യാനായി ഒന്നെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ഈ കട്ട് ഇപ്പോൾ ഇവിടെ അപ്ലൈ ആയി. ഇനി ഡ്രോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനായി എസ്കേപ്പ് പ്രസ് ചെയ്താൽ ഇതേപോലെ ക്യാൻസൽ ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ഒരു ലൈൻ നിങ്ങൾക്ക് മിസ്റ്റേക്കായി വന്ന് ആ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനായി Ctrl Z പ്രസ് ചെയ്യാം. അപ്പോൾ Ctrl Z പ്രസ് ചെയ്താൽ ഇതേപോലെ ഓരോ പോയിൻ്റായി നിങ്ങൾക്ക് ബാക്ക് പോകാൻ പറ്റും. ഇനി ഒരു മെഷീനെ നേരെ പകുതി മുറിക്കാനായി നമുക്ക് നൈഫ് ടൂളിൻ്റെ തന്നെ അണ്ടറിലുള്ള ഈ ബൈസെക്ട് ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ ബൈസെക്ട് ടൂൾ കൊണ്ട് ഇതേപോലെ ഈ മെഷ് സെലക്ട് ചെയ്ത് എനിക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ കാണാം. ഇതേപോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം, പിന്നെ റൊട്ടേറ്റ് ചെയ്യാം വേണ്ട ആക്സിസിലേക്ക്. പക്ഷേ മെയിൻ സെറ്റിംഗ് ഉള്ളത് നമ്മുടെ ഓപ്പറേറ്റർ പാനലാണ്. അപ്പോൾ ഓപ്പറേറ്റർ പാനൽ എക്സ്പാൻഡ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ മെയിൻ 3 ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിയർ ഇന്നർ, ക്ലിയർ ഔട്ടർ. അപ്പോൾ നേരെ പകുതി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായി ക്ലിയർ ഇന്നർ സെലക്ട് ചെയ്താൽ ഒരു പാതി നിങ്ങൾക്ക് റിമൂവ് ആവും. പിന്നെ ഫില്ല് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് ഫില്ലായി കിട്ടുന്നതായിരിക്കും. ഇനി നേരെ മറ്റേ പകുതി മുറിക്കാനായി ഇത് ഡിസെലക്ട് ചെയ്ത് മറ്റേ ക്ലിയർ ഔട്ടർ ഇതിൻ്റെ നേരെ പകുതിയായി മറ്റേ സൈഡ് മുറിക്കുന്നതായിരിക്കും. അതേപോലെ ബൈസെക്റ്റ് ചെയ്യുന്ന ഏരിയ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇവിടെ നിന്നും മാറ്റാൻ പറ്റും. അപ്പോൾ മോഡലിങ്ങിൽ ഒരുപാട് ഉപയോഗമുള്ളൊരു ടൂളാണ് നൈഫ് ടൂളും ബൈസെക്റ്റ് ടൂളും. ഇന്നത്തെ വീഡിയോയിൽ സ്പിൻ ടൂളിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്ലെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്പിൻ ടൂളിൻ്റെ ഐക്കൺ. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമുക്കൊരു റെഡ് കർവ് കാണാൻ പറ്റും. അപ്പോൾ ഇത് കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് എക്സ് ആക്സിസിലാണ്. നമുക്ക് വേണമെങ്കിൽ വൈല അല്ലെങ്കിൽ സെഡ് ആക്സിസിലോ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് ആക്സിലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച ശേഷം ഞാൻ ഈ ഒരു പ്ലസ് ഐക്കൺ എടുത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ നമുക്ക് സ്പിന്നാവും. പക്ഷേ ഇത് കർസർ എവിടെയാണുള്ളത്, ഈ ഒരു കർസറിൻ്റെ പോയിന്റിലായിരിക്കും അത് സ്പിന്നാവുന്നത്.
അപ്പോൾ ഈ ഒരു കഴ്സർ ഞാൻ ഈ ഒരു എഡ്ജിലേക്കായി മാറ്റിയാൽ ഞാനിവിടെ ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴ്സർ ടു സെലക്റ്റഡ്, അപ്പോൾ ഈ ഒരു എഡ്ജിലായി. ശേഷം ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ നമുക്ക് സ്പിൻ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ എനിക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ പ്രസ് ചെയ്താൽ നമുക്ക് ഇതേപോലെ 5 ഡിഗ്രി ഇൻക്രിമെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്പിന്നിനും ഓപ്പറേറ്റർ പാനലുണ്ട്, നമുക്കിവിടെ വേണ്ട സെറ്റിംഗ് മാറ്റാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് നമുക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ് എത്ര ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്താൽ നമുക്ക് സ്മൂത്ത് മെഷായി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ആംഗിൾ ഇപ്പോൾ ഉള്ളത് 90 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ട വാല്യൂ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. 45 ഡിഗ്രി എങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ 180 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റും. അടുത്ത ഓപ്ഷനാണ് ഓട്ടോ മെർജ്. അപ്പോൾ ആദ്യം ഇത് ഞാൻ അൺചെക്ക് ചെയ്ത് ഈ ഒരു ആംഗിൾ ഞാൻ 360 ഡിഗ്രി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജ് ബാക്കിയുള്ള എഡ്ജ് പോലെ കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ എഡ്ജ് ഞാൻ മൂവ് ചെയ്താൽ മറ്റേ എഡ്ജ് പോലെ ഈ ഒരു എഡ്ജ് കണക്റ്റഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് പരിഹാരമായി നമുക്ക് ആ ഓട്ടോ മെർജ് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആംഗിൾ 360 ഡിഗ്രി കൊടുത്തതിന് ശേഷം ഈ ഒരു ഓട്ടോ മെർജ് സെലക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്താൽ നമുക്ക് മറ്റുള്ള എഡ്ജ് പോലെ ഇതും കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഈ ഒരു ഓപ്പറേറ്റർ പാനൽ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇതിൻ്റെ Y ആക്സിസ് അല്ലെങ്കിൽ Z ആക്സിസ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെഷ് ഡിസ്കണക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്താൽ അൺലിങ്ക് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആവും, അൺചെക്ക് ചെയ്താൽ ലിങ്ക് ആയിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ സ്പിൻ ടൂളിന് എക്സാമ്പിളായി നമുക്ക് ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യമായി ഞാനൊരു സിലിണ്ടർ ആഡ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു 3D കഴ്സർ നമുക്ക് ഈ ഒരു സ്ഥലത്തായി വെക്കാം. ഞാൻ ഈ ഒരു പൈപ്പ് ഇതേപോലെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ബെൻഡായിട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനായി ഞാൻ ഈ ഒരു 3D കഴ്സർ ഒന്നെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ വേർട്ടിസസ് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ ഈ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് എസ് കഴ്സർ ടു സെലക്റ്റഡ്, അപ്പോൾ അവിടെ സ്നാപ്പായി. ശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, സ്പിൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ വേണ്ടത് Y ആക്സിസിലാണ്, അപ്പോൾ Y ആക്സിസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്താൽ ഇതേപോലെ എനിക്ക് കറക്റ്റ് 90 ഡിഗ്രിയിലേക്ക് എനിക്ക് സ്നാപ്പ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മോഡിഫൈ ആക്കാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മോഡിഫൈ ചെയ്യുന്നെങ്കിൽ അതും ചെയ്യാം. പിന്നെ വീണ്ടും ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ കഴ്സർ ഈ ഒരു സ്ഥലത്തായിട്ട് വെക്കുന്നു. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ സ്പിൻ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പിൻ ടൂളിനെ കുറിച്ച് അറിയാനുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് പൈപ്പ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡൽ ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് ഈ ഒരു ടൂൾ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു ടൂൾ കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കായ പ്രൊപ്പോർഷണൽ എഡിറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊപ്പോർഷണൽ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതൊരു എക്സാമ്പിളിൽ കൂടി നമുക്കറിയാം. ഞാനിവിടെ ഒരു പ്ലെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഞാൻ 4-5 പ്രാവശ്യം ഒന്ന് സബ് ഡിവൈഡ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സബ് ഡിവൈഡ് ചെയ്യാം. ഇനി ഈ ആഡ് ചെയ്ത പ്ലെയിൻ കൊണ്ട് എനിക്കൊരു കുന്നുപോലത്തെ സ്ഥലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഫേസും നമുക്ക് മൂവ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ചെയ്യാതെ തന്നെ നമുക്ക് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനായി നമുക്ക് ഈ ഒരു കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എനേബിൾ ആവും, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ O പ്രസ് ചെയ്താൽ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും.
ഇനി ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്ത് ജി പ്രസ് ചെയ്താൽ എനിക്ക് ഇതേപോലെ ഒരു റൗണ്ട് സർക്കിൾ കാണാൻ പറ്റും. ഇത് നമ്മുടെ മൗസിലെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് ഇതിൻ്റെ സൈസ് ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റും. എന്നിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കിയാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കാണാൻ പറ്റും. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതേപോലെ ഈ സർക്കിളിൻ്റെ ഏരിയ വലുതാക്കും തോറും ആ പ്ലെയിനിൽ എഫക്റ്റ് ചെയ്യുന്ന ഏരിയയും വലുതാവും. അപ്പോൾ നല്ലൊരു ഷേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെ വേറൊരു ഫേസ് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് വേറെ കുറേ ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ ഉപയോഗിച്ചത് സ്മൂത്ത് ഷേപ്പാണ്, അല്ലെങ്കിൽ ഫോൾ ഓഫ് എന്നും പറയാം. അപ്പോൾ ബ്ലെൻഡറിൻ്റെ മാനുവലിൽ പോയാൽ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഫോൾ ഓഫ് കാണാൻ പറ്റും. ഇപ്പോൾ ഉപയോഗിച്ച സ്മൂത്ത് ഫോൾ ഓഫ്, അതേപോലെ വേറെ കുറേ ഷേപ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഷാർപ്പ് സെലക്ട് ചെയ്ത് ഒരു ഫേസ് സെലക്ട് ചെയ്ത ശേഷം ഇതേപോലെ മൂവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതേ ഒരു ഷാർപ്പ് രീതിയിലാണ് ഇവിടെയും എഫക്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് ലിനിയർ ഉണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഷേപ്പാണ് റാൻഡം. ഇത് പേര് പറയും പോലെ നമുക്ക് ഇതിൻ്റെ മെഷ് റാൻഡമൈസ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് തരും. അതേപോലെ പിന്നെ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് നമുക്ക് ആ സർക്കിളിലുള്ള ഏരിയ മാത്രം എഫക്റ്റ് ആവും. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഈവൻ ഹൈറ്റിൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള മെഷ് മാത്രം എഫക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ കുറേ ഷേപ്പ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എഡിറ്റ് മോഡിൽ മാത്രമല്ല, നിങ്ങൾക്ക് സാധാ ഒബ്ജക്റ്റ് മോഡിലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ച് ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യൂബ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ടേൺ ഓൺ ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ മൂവ് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതേപോലെ ആ ഒരു ഫോൾ ഓഫിൽ എനിക്ക് മൂവ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ എഡിറ്റിംഗ് മോഡിൽ മാത്രമല്ല, ഇതേപോലെ എനിക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ട്രാൻസ്ഫോർമേഷനിൽ മൂവ് മാത്രമല്ല, നമുക്ക് സ്കെയിലും ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. അതേപോലെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ബ്ലെൻഡറിൻ്റെ മോഡലിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7 മോഡൽസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിഗിനേഴ്സിന് ഈസിയായി പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ മോഡലിംഗ് മാത്രമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാണ് ലൈറ്റിംഗ്, ആനിമേഷൻ, പിന്നെ റെൻഡറിങ് എന്നീ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ ആനിമേഷൻ, ലൈറ്റിംഗ് അതൊക്കെ വരുന്ന വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്ന ഒരു ചെസ് പീസാണ്. അപ്പോൾ ഇത് മോഡൽ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി ഇതേപോലെ സെർച്ച് ചെയ്താൽ ചെസ് പോൺ പീസ് ഫ്രണ്ട് ഇമേജ് സെർച്ച് ചെയ്ത ശേഷം നമുക്ക് കുറേ ഇമേജ് കാണാൻ പറ്റും. അതിൽ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഇത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഇത് സേവ് ചെയ്യാം. സേവ് കൊടുത്ത ശേഷം വീണ്ടും ബ്ലെൻഡറിൽ വന്ന് ഞാൻ ക്യൂബ് ഡിലീറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് വ്യൂവിൽ പോവുക. ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഇമേജ് സെലക്ട് ചെയ്ത് റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ റെഫറൻസ് ഇമേജ് ഇപ്പോൾ ആഡായി. അപ്പോൾ ഈ ഒരു ചെസ് പീസിനെ മോഡൽ ചെയ്യാനായി പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഏത് വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ചെസ് പീസിൻ്റെ അടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഏകദേശം ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു സിലിണ്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ സിലിണ്ടറിനെ ഞാൻ ഷിഫ്റ്റ് Z പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിലേക്ക് ഞാൻ മാറ്റുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ സിലിണ്ടർ സെലക്ട് ചെയ്ത് G പ്രസ് ചെയ്ത് എക്സ് ആക്സിസിലോട്ട് ഇതേപോലെ ലെഫ്റ്റിലേക്ക് ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലേക്കായി ഞാൻ മൂവ് ചെയ്യുന്നു. ശേഷം ഞാൻ ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഏകദേശം ഈ ഒരു ചെസ് പീസിൻ്റെ ഷേപ്പിലോട്ടേക്കായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സിലിണ്ടറിനെ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ഈ സിലിണ്ടറിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഇതിൻ്റെ
ഈ ഒരു ഭാഗം വേർട്ടിസസ് മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വേർട്ടിസസ് സെലക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്ത് ഈ ഒരു ഡൗൺ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ ഞാൻ മുകളിലേക്കാക്കി ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രസ് ചെയ്യുക, ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത ശേഷം വീണ്ടും ചെറുതായി സ്കെയിൽ ചെയ്ത് ഇതേപോലെ മാച്ച് ചെയ്യുക. എക്സ്ട്രൂഡ്, സ്കെയിൽ ചെയ്യുക, എക്സ്ട്രൂഡ്, സ്കെയിൽ. ഇതേപോലെ ചെയ്യുമ്പോൾ കഴിയുന്നത്രയും ചെസ്സിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് തന്നെയായി മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം റഫ് ഷേപ്പ് മതി. അധികം ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം കിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് സ്കെയിൽ. ഇനി ലാസ്റ്റ് ഒരു പോർഷനും കൂടി എക്സ്ട്രൂഡ് ചെയ്ത ശേഷം ഇവിടെ ഇങ്ങനെ ഇതാക്കുക. ഈ ഒരു ഏരിയക്കായി മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു പോർഷനായി. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി ചെയ്യാണ്ട്. അതിനായി ഇതേപോലെ തന്നെ ചെയ്യുക. ഈ ഒരു ഷിഫ്റ്റ് സെറ്റ് പ്രസ് ചെയ്ത് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം ഫുള്ള് സെലക്റ്റായി. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ്, സ്കെയിൽ. അപ്പോൾ ഇവിടെ ഇതേപോലെ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നെക്ക് റീജിയൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു സ്ഫിയർ കൂടി ചെയ്യാം. സ്ഫിയറും ചെയ്യാൻ ഇതേ സിമിലർ വേയിൽ നമുക്ക് പോകാം. എക്സ്ട്രൂഡ്, സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ് പീസ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെഫറൻസ് ഇനി വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഷേപ്പിനെ സ്മൂത്ത് ചെയ്യാനായി ജസ്റ്റ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് സെലക്ട് ചെയ്യുക. ഇനി മുകൾ ഭാഗം ഒന്ന് പ്യുവർ സ്ഫിയർ ഷേപ്പിലേക്ക് മാറ്റാനായി നമുക്ക് ജസ്റ്റ് എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു ഭാഗം ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ നംപാഡ് പ്ലസ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഏകദേശം സ്ഫിയറിൻ്റെ ബോട്ടം വരെ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം F3 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്ഫിയർ എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു സ്ഫിയർ ടു സ്ഫിയറിൽ കാണുന്നില്ലേ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഡിഫോൾട്ട് ഷേപ്പാണ്, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് സ്ഫിയറിൻ്റെ ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ആവും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം പ്യുവർ സ്ഫിയർ ഷേപ്പിൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം മോഡിഫയറിൽ വന്ന് സബ് ഡിവിഷൻ സർഫേസ് സെലക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ ലെവൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കൂടുന്നതനുസരിച്ച് ഡീറ്റെയിൽസ് കൂടും, പക്ഷേ അതേപോലെ CPU റിസോഴ്സ് ഇൻക്രീസ് ആവും. ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 2 വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കുമ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു ആർട്ടിഫാക്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായി ജസ്റ്റ് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ശേഷം ചുറ്റിലുള്ള എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് F3 പ്രസ് ചെയ്യുക. ഗ്രിഡ് ഫില്ല് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഗ്രിഡ് ഫില്ല് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മുടെ ക്വാഡ് ടോപ്പോളജിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ആർട്ടിഫാക്ട്സ് ഇവിടെ പോയി. അങ്ങനെ നമ്മുടെ ഈ ഒരു മോഡൽ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മുടെ റെഫറൻസ് ഇമേജിൽ നോക്കിയാൽ ഇവിടെ ഓരോരോ ഭാഗത്ത് കുറച്ച് ഷാർപ്പായി നമുക്ക്
കാണാൻ പറ്റും. അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതിനായി ഈ മോഡൽ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഈ ഒരു ഭാഗത്ത് ഏതൊരു ഷാർപ്പ്നെസ് വേണ്ട ഒരു ഭാഗത്ത് നമുക്ക് Ctrl+R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഷാർപ്പായി വേണമെന്നുണ്ടെങ്കിൽ Ctrl+R പ്രസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതേപോലെ ഇവിടെയും ചെയ്യാനായി Ctrl+R പ്രസ് ചെയ്ത് ഏകദേശം കുറച്ച് ഷാർപ്പായി നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ ആഡ് ചെയ്യാം. Ctrl+R ലെഫ്റ്റ് ക്ലിക്ക്, റെഫറൻസ് ഇമേജ് എടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട്, നമുക്ക് ഇതേപോലെ ഇവിടെ Ctrl+R പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഈ ഒരു മോഡൽ നമുക്ക് ഒരു കളക്ഷനിലോട്ടേക്ക് മാറ്റാം. അതിന് മുമ്പായി ജസ്റ്റ് ഒന്ന് ഈ ഒരു മുകൾ ഭാഗം കുറച്ച് താഴോട്ടേക്കായി മൂവ് ചെയ്യുന്നത്. അതിനായി എല്ലാം സെലക്ട് ചെയ്യുക. ഈ ഒരു സ്ഫിയർ എല്ലാം സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് GZ പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ കളക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യാനായി ഒരു പുതിയ കളക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ 2. ഇവിടെ നമുക്ക് ഇതിനെ ചെസ് പീസ് എന്ന് റീനെയിം ചെയ്യാം. ശേഷം ഈ മോഡൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഇതേപോലെ ഈ ഒരു കളക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ M പ്രസ് ചെയ്ത് ചെസ് പീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളക്ഷനിലായി. അപ്പോൾ ഈ ഒരു കളക്ഷനിൽ നമുക്ക് ചെസ് പീസ് മൂവായി. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഗ്ഗാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു റെഫറൻസ് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതിനായി ഗൂഗിളിൽ പോയി മഗ് ഫ്രണ്ട് വ്യൂ ഇമേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ സ്റ്റോക്ക് ഫോട്ടോസ് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് ബ്ലെൻഡറിൽ പോയി ഈ ഇമേജിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് മെഷ് സിലിണ്ടർ. ഞാൻ വയർ ഫ്രെയിം വ്യൂവിൽ പോയി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഈ മഗ്ഗിൻ്റെ സൈസിലേക്കായിട്ട് ഞാൻ വെക്കുന്നു. ശേഷം എഡിറ്റ് മോഡിൽ പോവുക. ഈ ഒരു മുകൾ ഭാഗം നമുക്ക് വേർട്ടീസസിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ താഴ്ഭാഗവും. ഇനി നമുക്ക് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്യുക. പ്രസ് ചെയ്ത് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് മതി. ശേഷം വയർ ഫ്രെയിമിൽ പോയി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. പ്രസ് ചെയ്ത് ഏകദേശം നമുക്ക് ഇത്ര മതി. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ അപ്ലൈ ചെയ്യുക. ഇത് 2 ആക്കി മാറ്റുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്മൂത്ത് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ബെവൽ ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിലെ 2 എഡ്ജ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ 2 എഡ്ജ് സെലക്ട് ചെയ്ത് Ctrl+B പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം നല്ലൊരു ബെവലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നല്ലൊരു ബെവൽ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഈ ഒരു പുറത്തെ എഡ്ജും പിന്നെ ഉള്ളിലെ എഡ്ജും സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക്, ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ 2 എഡ്ജും ഉള്ളിലെ എഡ്ജ് ലൂപ്പും ഈ പുറത്തെ എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യുക. ഇനി ഈ ബെവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സബ് ഡിവിഷൻ സർഫേസ് ജസ്റ്റ് ഒന്ന് വ്യൂ പോർട്ടിൽ മാത്രം ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടേൺ ഓഫ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്മൂത്തായി ഇതേപോലെ ബെവൽ ചെയ്യാം. ബെവൽ ചെയ്ത ശേഷം ഇത് ടേൺ ഓൺ ചെയ്താൽ മതി. ഇനി നമുക്ക് ഹാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി വീണ്ടും എഡിറ്റ് മോഡിൽ പോവുക.
Ctrl+R പ്രസ് ചെയ്ത് നമുക്ക് കുറച്ച് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 13 ലൂപ്പ് കട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റിലുള്ള ഈ ഒരു 4 ഫേസ് സെലക്ട് ചെയ്യുക. ഫേസിലാണുള്ളത്. 4 ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഫ്രണ്ട് വ്യൂവിൽ പോയി നമുക്കിതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ്. നമുക്ക് വയർ ഫ്രെയിമിൽ പോവുക. പോയ ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്കെയിൽ ഡൗൺ ചെയ്യുക. ശേഷം കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടം വരെ എക്സ്ട്രൂഡ് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു 4 ഫേസ് അതും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 2 3 4 ഈ ഒരു 4 ഫേസിനെ സെലക്ട് ചെയ്ത് ഇത് എക്സ് പ്രസ് ചെയ്ത് ഫേസസ്. അപ്പോൾ അത് ആ 4 ഫേസ് ഡിലീറ്റായി. ഇനി ഇതേപോലെ നമുക്ക് ഈ ഒരു 4 ഫേസും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1 2 3 4 ഈ 4 ഫേസ് എക്സ് പ്രസ് ചെയ്യുക, ഫേസസ്. എന്നിട്ട് ഇനി ഇതിൻ്റെ വേർട്ടെക്സ് സെലക്ട് മോഡിൽ പോവുക. എന്നിട്ട് ഈ 9 വേർട്ടിസസ് സെലക്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെയും 9 വേർട്ടിസസ് സെലക്ട് ചെയ്യുക. ശേഷം F3 പ്രസ് ചെയ്യുക. ബ്രിഡ്ജ് എഡ്ജ് ലൂപ്സ് ടൈപ്പ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ആ 2 എഡ്ജ് ലൂപ്പ് നമുക്ക് ജോയിൻ ആയിട്ട് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ 3ലേക്കായി കൂട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മഗ് ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിളാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു സ്ഫിയർ ആഡ് ചെയ്യാം. ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു ടോപ്പ് വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. വേർട്ടെക്സ് സെലക്ട് മോഡിലാണുള്ളത്. ഈ ഒരു ടോപ്പ് വേർട്ടെക്സും ബോട്ടം വേർട്ടെക്സും സെലക്ട് ചെയ്യുക. ശേഷം ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എനേബിൾ ചെയ്യുക. സ്മൂത്തിലാണുള്ളതെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ Z ആക്സിസിലേക്ക് ഇതേപോലെ ഉള്ളിലോട്ടേക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിങ്ങിൻ്റെ ഈ സർക്കിൾ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ചെറുതാക്കാം. അപ്പോൾ ഏകദേശം ഇത്ര മതി. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് റാൻഡമൈസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അതിനായി എഡ്ജ് മോഡ് സെലക്ട് ചെയ്യുക. ശേഷം ഏതെങ്കിലും ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇതേപോലെ മൂവ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിലായി ഇതിനെ നമുക്ക് ഓരോരോ ഭാഗത്തായി മൂവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഫറൻസ് ഇമേജ് ഉപയോഗിക്കാം. ഞാനിവിടെ റഫായിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് റാൻഡമായിട്ടും ഇതേപോലെ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മോഡിഫയറിലൊന്ന് സബ് ഡിവിഷൻ സർഫേസിന് അപ്ലൈ ചെയ്യുന്നു. ലെവൽ 2 ഞാൻ വെക്കുന്നു. അതോടൊപ്പം തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പിളിന് നമുക്ക് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സബ് ഡിവിഷൻ സർഫേസ് ടേൺ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു മുകൾ ഭാഗം നമുക്ക് ഫേസ് കൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫേസ് സെലക്ട് മോഡ് സെലക്ട് ചെയ്ത് C പ്രസ് ചെയ്ത് ഇത് നമുക്ക് ചുറ്റും സെലക്ട് ചെയ്ത് X പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ശേഷം ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് ടേൺ ഓഫ് ചെയ്ത് ഈ വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഈ പ്രസ് ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം.
റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം എസ് പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് താഴോട്ടേക്കായിട്ട് മൂവ് ചെയ്യാം. ഇനി ഈ ഒരു എഡ്ജ് ലൂപ്പ് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്കായിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം സ്കെയിൽ ഡൗൺ ചെയ്ത് എഫ് പ്രസ് ചെയ്ത് നമുക്ക് ഫിൽ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇതേപോലെ ഈ സ്റ്റെമ്മിനെ നമുക്ക് കൊണ്ടുവരാം. ഇനി ഈ സ്റ്റെമ്മിനെ നമുക്ക് വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻസെറ്റ് ചെയ്യാം. വീണ്ടും ഇൻസെറ്റ് ചെയ്ത് ഇതിനെ നമുക്ക് ഉള്ളിലോട്ടേക്കായിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റെമ്മും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തും ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് കുറച്ചും കൂടി സ്കെയിൽ ചെയ്യുന്നു. അതേപോലെ റാൻഡം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സോ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനെ ഒരു കളക്ഷനിലേക്ക് പുതിയൊരു കളക്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പഴമാണ്. സോ മെഷ് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. എന്നിട്ട് ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഫ്രണ്ട് വീൽ വന്ന് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ചെയ്യുക. അതേപോലെ ഇവിടെയും ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് എക്സ്ട്രൂഡ്. അതേപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. കൺട്രോൾ റൈറ്റ് ക്ലിക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മോഡിഫയറിൽ വന്ന് സബ് ഡിവിഷൻ സർഫേസ് അപ്ലൈ ചെയ്യുക. ഒരു 2 ലെവൽ കൊടുക്കുക. എന്നിട്ട് എഡ്ജ് മോഡിൽ വന്ന് ഞാൻ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. അതേപോലെ ഈ എഡ്ജ് ലൂപ്പ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സെലക്ട് ചെയ്ത് സ്കെയിൽ ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ഇതേപോലെ ഞാൻ സ്കെയിൽ ചെയ്യുന്നു. പിന്നെ എഡ്ജിലുള്ള ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാനായി ജസ്റ്റ് മാനുവലി എഡ്ജ് സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാനുവലി എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻസെറ്റ് കൊടുക്കുക. ഇൻസെറ്റ് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ഇതൊന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. ഒരു ബനാനൻ്റെ ടിപ്പായിട്ട്. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ അറ്റത്തുള്ള 4 എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് ചെയ്യുക. ഇൻസെറ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്ത ശേഷം വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വലുതായതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് റെഡിയായി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായി നമുക്ക് ലൈക്ക് ഒരു ബനാനൻ്റെ ഷേപ്പിലേക്ക് മാറ്റാനായി കൺട്രോൾ R പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് മിഡിൽ പൊസിഷനിൽ മാറ്റുന്നു. അതേപോലെ ഈ ഒരു മുകൾ ഭാഗത്തും കൺട്രോൾ R പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ എഡ്ജ് സെലക്ട് ചെയ്ത് കുറച്ച് റാൻഡമായിട്ട് ഇതിനെ മൂവ് ചെയ്യാം. സോ
സോറി, ബനാനൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ ഞാൻ 2-3 എഡ്ജ് സെലക്ട് ചെയ്ത് നമുക്ക് ക്രീസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്രീസ് കൊടുക്കാം. ക്രീസ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹാർഡ് എഡ്ജായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വാല്യൂ കാണാം. ക്രീസ് +1 ഇപ്പോൾ ഉള്ളത്. +1 ആണെങ്കിൽ മാക്സിമം ക്രീസ് ലെവൽ കിട്ടും. സോ ഞാൻ ഇവിടെ ഏകദേശം ഒരു 0.3 അല്ലെങ്കിൽ 4 ഞാൻ ആക്കി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ചെറിയൊരു ഹാർഡ്നെസ് നമുക്കിവിടെ കിട്ടി. അതേപോലെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് മുകളിലേക്കാക്കി മൂവ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ടിപ്പൊന്ന് ജസ്റ്റ് ചെറുതാക്കാം. അപ്പോൾ ഈ എഡ്ജിലുള്ള 8 എഡ്ജ് സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം. മുമ്പ് ആപ്പിളിൽ ചെയ്ത പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണ്ട രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിനെ പുതിയൊരു കളക്ഷനിലേക്ക് മാറ്റുന്നു. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കീബോർഡാണ്. സോ ആദ്യമായി നമുക്ക് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. Shift+A മെഷ് ക്യൂബ്. ഈ ക്യൂബ് ഉപയോഗിച്ച് ആദ്യം ഒരു കീ ക്യാപ്പ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ഈ ബോട്ടം ഫേസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫേസ് സെലക്ഷൻ മോഡ് എനേബിൾ ചെയ്ത് ഈ ബോട്ടം ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ പോവുക. ഈ ഫേസിനെ ജസ്റ്റ് ഒന്ന് Y ആക്സിസിലോട്ടായി മൂവ് ചെയ്യാം, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് ലൂപ്പ് കട്ടും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ Ctrl+R പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായി നമുക്ക് ഓഡ് നമ്പറായിട്ടുള്ള ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ 5 അല്ലെങ്കിൽ 7 അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ 7 ടൈപ്പ് ചെയ്ത് ഈ 7 ലൂപ്പ് കട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് ചെയ്ത ഉടനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെൻട്രലായി സ്നാപ്പായി. ഇനി ഈ ഒരു മിഡിൽ എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഇനി ഇവിടെ വന്ന് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് ഈ ഒരു സ്മൂത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം Z ആക്സിസിലോട്ടേക്ക് ചെറുതായി മൂവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു ബെൻഡ് കിട്ടി. ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോയി ഇതിനെ നമുക്ക് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എഡിറ്റ് മോഡിൽ വരാം. ഈ 4 എഡ്ജ്, ഈ സൈഡിലുള്ള 4 എഡ്ജ് സെലക്ട് ചെയ്യുക. 4 എഡ്ജ് സെലക്ട് ചെയ്ത് Ctrl+B പ്രസ് ചെയ്ത് ബെവൽ ചെയ്യാം.
ഇനി എഡ്ജ് മോഡിൽ തന്നെ വന്ന് ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ചുറ്റുള്ള എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെറുതായി ബെവൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കീ ക്യാപ്പ് ഏകദേശം റെഡിയായി. ഇനി ഈ കീ ക്യാപ്പ് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ പോവുക. എന്നിട്ട് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായി ഷിഫ്റ്റ് 6 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്താൽ മുമ്പ് ചെയ്ത കമാൻഡ് റിപ്പീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്ത് നമുക്ക് ആ കമാൻഡ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 4 പ്രാവശ്യം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി. ഇനി ഇതെല്ലാം സെലക്ട് ചെയ്ത് ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം വൈ ആക്സിസിലോട്ടേക്ക്. അപ്പോൾ ഷിഫ്റ്റ് ഡി വൈ പ്രസ് ചെയ്യുക, ചെറിയൊരു ഗ്യാപ്പ് വിടുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായി ഷിഫ്റ്റ് 6 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ കീ ക്യാപ്സ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ബേസ് ലെയറും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് ലെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായി ആദ്യം ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. ശേഷം ഈ പ്ലെയിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. അപ്പോൾ ടോപ്പ് വ്യൂവിൽ വന്ന് ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഇവിടെ ജസ്റ്റ് സെൻട്രലായി വെക്കുന്നു. ശേഷം എക്സ് ആക്സിസിൽ സ്കെയിൽ ചെയ്യുക, അതേപോലെ വൈ ആക്സിസിലും. ഇനി കുറച്ച് താഴോട്ടേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ മൂവ് ചെയ്ത് പിന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് മോഡിൽ പോയി ഈ പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. ഇനി ഈ ബേസ് മോഡൽ സെലക്ട് ചെയ്ത് നമുക്ക് ബെവൽ മോഡിഫയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ എമൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. അതേപോലെ സെഗ്മെൻറ്റ് ഒരു 7 വെക്കാം. അപ്പോൾ നല്ലൊരു ബെവലിംഗ് ഇവിടെ കിട്ടി. ഇനി ഇവിടെ വേണമെങ്കിൽ Ctrl 6 പ്രസ് ചെയ്ത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഫേസ് സെലക്ഷൻ മോഡിൽ പോയി ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് കൊടുക്കാം. അപ്പോൾ ആൾട്ട് ഇ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസസ് അല്ലെങ്കിൽ നോർമൽസ് സെലക്ട് ചെയ്ത് ഉള്ളിലോട്ടേക്കായി എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻസെറ്റ് ചെയ്യാം. നമുക്ക് ചെറുതായി ഒന്ന് ഇൻസെറ്റ് ചെയ്യാം. ഇൻസെറ്റ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നെ ടോപ്പ് വ്യൂവിൽ പോയി ഈ ബേസ് മോഡലിനെ ജസ്റ്റ് ഒന്ന് വൈ ആക്സിസിലോട്ടേക്കായി ചെറുതാക്കാം. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പത്തേക്കാളും കുറച്ച് ബെറ്ററായി. പിന്നെ ഈ എഡ്ജ് 4 കോർണറിലുള്ള എഡ്ജസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു എഡ്ജ്, പിന്നെ ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്, അതേപോലെ ഈ 4 കോർണറിലുള്ള എഡ്ജ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെയും ഒരു ബെവലിംഗ് കൊടുക്കാം. അപ്പോൾ Ctrl B പ്രസ് ചെയ്ത് ഏകദേശം ഇത്ര ബെവൽ കൊടുക്കാം. അപ്പോൾ നല്ലൊരു റൗണ്ട് കോർണർ നമുക്ക് കിട്ടി 4 സൈഡും. ഓക്കെ, അപ്പോൾ ഇനി കീ ക്യാപ്പും കൂടി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇവിടെ എല്ലാ കീ ക്യാപ്സും സെയിം ആണ്. അപ്പോൾ കുറച്ച് വേരിയേഷന് വേണ്ടി ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഇത് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരിക. എന്നിട്ട് എഡിറ്റ് മോഡിൽ പോയി വയർ ഫ്രെയിം മോഡിൽ വരിക. ശേഷം ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഭാഗം ഇതേപോലെ ബോക്സ് സെലക്ട് ചെയ്ത് ജി പ്രസ് ചെയ്ത് വൈ ആക്സിസിലോട്ടേക്കായി മൂവ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു കീ ക്യാപ്പിൻ്റെ ലെവലിലായി ഇത് മൂവ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു വേരിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഇവിടെയും ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരിക, എഡിറ്റ് മോഡ് പോയി വയർ ഫ്രെയിം മോഡ് ടേൺ ഓൺ ചെയ്ത് ഇതേപോലെ ബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഹാഫായി സെലക്ട് ചെയ്യുക. ശേഷം ജി എക്സ് ആക്സിസിലോട്ടേക്കായി മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കീ ക്യാപ്പിൻ്റെ ആ ഒരു ലെവലിലായി മൂവ് ചെയ്യുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ
വേറെ വേരിയേഷൻസ് ഇവിടെ വരുത്താൻ പറ്റും. ഓക്കെ, ഇനി 2 മോഡലും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാന്റാണ്. സോ ആദ്യമായി ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. സിലിണ്ടർ ആഡ് ചെയ്ത് ഇനി ഈ സിലിണ്ടറിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഫേസ് സെലക്ഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. ഇനി എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുക. ശേഷം വീണ്ടും സ്കെയിൽ ചെയ്യുക. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഇൻസെർട്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ വന്ന് വയർ ഫ്രെയിം വ്യൂ പോർട്ട് ടേൺ ഓൺ ചെയ്ത് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി സ്കെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പോട്ട് ഇപ്പോൾ ഇവിടെ കിട്ടി. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ഇനി അടുത്തത് സർക്കിൾ ആഡ് ചെയ്യുക. സർക്കിൾ ആഡ് ചെയ്ത് ഇപ്പോൾ ഉള്ളത് വെറും വേർട്ടെക്സ് മാത്രമാണ്. F പ്രസ് ചെയ്താൽ ഇതേപോലെ ഫില്ലായി ഫേസും കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഏകദേശം ഈ ഒരു ഭാഗത്തായി വെക്കാം. ഇനി നമുക്ക് ലീഫ് ആഡ് ചെയ്യാം. അതിനായി ആദ്യം ക്യൂബ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ മോഡിഫയറിൽ വന്ന് ഇതിന് സബ്ഡിവിഷൻ സർഫേസ് കൊടുക്കാം. ഞാൻ 2 കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ആദ്യം ഇതിനെ ജസ്റ്റ് ചെറുതാക്കാം. അപ്പോൾ A പ്രസ് ചെയ്ത് ഈ ക്യൂബെല്ലാം സെലക്ട് ചെയ്യുക. പിന്നെ Y ആക്സിസിൽ സ്കെയിൽ ചെയ്യുക ഇതേപോലെ. അതുപോലെ തന്നെ S ആക്സിസിലും ലേശം സ്കെയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ ടോപ്പ് എഡ്ജ് സെലക്ട് ചെയ്ത് ഇത് ഇതേപോലെ സ്കെയിൽ ചെയ്യാം X ആക്സിസിൽ. പിന്നെ ഈ ബോട്ടം എഡ്ജ് സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക സ്കെയിൽ. ശേഷം ഇതേപോലെ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബോട്ടമുള്ള എഡ്ജും ജസ്റ്റ് ഒന്ന് Y ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും ജസ്റ്റ് ഒന്ന് സ്കെയിൽ ജസ്റ്റ് ചെറുതായി ഒന്ന് കുറക്കാം. ഇനി ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇതിൻ്റെ ഓവറോൾ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഏകദേശം ഇത്ര. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിത് 4ലേക്കായിട്ട് ഇൻക്രീസ് ചെയ്യാം. ഇനി ഇതിനെ ഈ ഒരു സൈഡിലേക്കായി മൂവ് ചെയ്യാം. ഇതേപോലെ മൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു ബേസിലേക്കായി നമുക്ക് ടച്ച് ചെയ്യാം ഏകദേശം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഈ ഒരു എഡ്ജ് ഇതേപോലെ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായി ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. Ctrl+R പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബോട്ടം ഫേസ് സെലക്ട് ചെയ്ത് ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നു. ഈ ഒരു ബോട്ടം ഫേസ് സെലക്ട് ചെയ്ത് കുറച്ചും കൂടി ചെറുതാക്കാം നമുക്ക്. അതേപോലെ തന്നെ ഈ 4 എഡ്ജും ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഇനി ഈ 4 എഡ്ജ് സെലക്ട് ചെയ്ത് ഇതേപോലെ Y ആക്സിസിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഏകദേശം നല്ലൊരു ബെൻഡ് നമുക്ക് കിട്ടി ഇവിടെ. അതേപോലെ തന്നെ ഈ ഫേസ് സെലക്ട് ചെയ്ത് Y ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ലീഫിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ Shift+D പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം റൊട്ടേറ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സൈഡിലേക്കായി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും 2 സൈഡിലേക്കായി റിപ്പീറ്റ് ചെയ്യുക.
ഓക്കെ, ഇനി വീണ്ടും ഇതെല്ലാം സെലക്ട് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം 45 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും വാല്യൂ, ആ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ 45 ഡിഗ്രി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ സ്കെയിൽ ചെയ്യുക. അപ്പോൾ സെൻറ്ററിലേക്കായി ഈ 4 ലീഫ് സ്കെയിലാവും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലീഫിനും വേരിയേഷൻ വരുത്താം. കാരണം എല്ലാ ലീഫും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ലീഫിനും നമുക്ക് വേരിയേഷൻ വരുത്താം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചധികം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്യാം. അതേപോലെ കുറച്ച് വേരിയേഷൻ വരുത്തുക. ഓക്കെ, ഇനി ഈ ഉള്ളിലെ ലീഫും അതേപോലെ ചെയ്യാം. ഫസ്റ്റ് ഇതിനെ ജസ്റ്റ് ആ ബേസിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കാം. ശേഷം ഇതിനെ ഓരോന്നും ഉള്ളിലോട്ടേക്കായി മാറ്റാം. അതേപോലെ ഈ ലീഫിനും കുറച്ച് വേരിയേഷൻ നൽകാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലാന്റും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റായി ചെയ്യാൻ പോകുന്നത് ഒരു ഹെഡ്ഫോൺ മോഡലാണ്. സോ ഹെഡ്ഫോൺ ചെയ്യാനായി ആദ്യം ഒരു സർക്കിൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ സർക്കിളിന് ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി എന്നിട്ട് ഈ സർക്കിളിനെ വൈ ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി F പ്രസ് ചെയ്ത് ഫിൽ ചെയ്യാം. എന്നിട്ട് E പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഫേസ് സെലക്ഷൻ മോഡിൽ ഈ ഫേസ് സെലക്ട് ചെയ്ത് ആദ്യം ഇൻസെറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ചെറിയ രീതിയിൽ എക്സ്ട്രൂഡ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ എക്സ്ട്രൂഷൻ അവിടെ ക്യാൻസലായി. ഇനി സ്കെയിൽ ചെയ്യാം. ഏകദേശം ഇതിനെ അലൈൻ ചെയ്ത് സ്കെയിൽ ചെയ്യാം. ഓക്കെ, വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. എന്നിട്ട് സ്കെയിൽ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്യാം. ഞാൻ ഫ്രണ്ട് വ്യൂവിലാണുള്ളത്. സ്കെയിൽ ജസ്റ്റ് ഓക്കെ ഡിക്രീസ് ചെയ്ത് ഇനി ഇതിനെ ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനായി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോയി വയർ ഫ്രെയിം മോഡ് എനേബിൾ ചെയ്ത് ഈ പ്രസ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്കെയിൽ കുറയ്ക്കാം. പോലെ മൂവ് ചെയ്യുന്നു. ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. പിന്നെ മോഡിഫയറിൽ വന്ന് ആദ്യം നമുക്ക് സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കാം. ലെവൽ ഞാൻ 2 വെക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എഡ്ജെല്ലാം ഫുള്ള് സ്മൂത്തായിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഫിക്സ് ആക്കാനായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഹാർഡ് എഡ്ജ് ചെയ്യാനായി
Ctrl+R പ്രസ് ചെയ്ത് ഇതേപോലെ ലൂപ്പ് കട്ട് എല്ലായിടത്തും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡിഫയറിൽ തന്നെ ഈ ബെവൽ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ശേഷം ഈ ബെവൽ മോഡിഫയർ ഇവിടെ ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സബ്ഡിവിഷൻ സർഫേസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ഇത് ഓർഡർ മാറ്ററാണ്. ആദ്യം ബെവലിങ് ചെയ്ത് പിന്നെ സബ്ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ സെഗ്മെൻറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു 4 വെക്കുന്നു. ഇനി ഞാൻ ഈ ഫേസ് എഡിറ്റ് മോഡിൽ വന്ന് ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് കൊടുക്കുന്നു. സെറ്റ് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം ഉള്ളിലേക്ക്. അതേപോലെ തന്നെ വെർട്ടെക്സ് സെലക്ഷൻ മോഡിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം Ctrl+B പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇതേപോലെ ആക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ലൂപ്പ് കട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. Ctrl+R പ്രസ് ചെയ്ത് ഇവിടെ ഈ എഡ്ജ് ലൂപ്പും പിന്നെ ഈ ഒരു എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്ന സ്കെയില്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗമായി. ഇനി നമുക്ക് ഹെഡ് ബാൻഡും കൂടി ചെയ്യാണ്ട്. സോ അതിന് മുമ്പ് ഞാൻ ഇത് ജസ്റ്റ് ഒന്നൊരു 25 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ മെഷ് സർക്കിൾ വീണ്ടും ആഡ് ചെയ്ത് ഇതിൻ്റെ വേർട്ടീസസ് ഞാൻ 64ലേക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ 64 കൊടുത്ത് ഇനി ഇതിനെ എക്സ് ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 90 ഡിഗ്രി ടൈപ്പ് ചെയ്താൽ മതി. 6x90 കൊടുത്താൽ എക്സ് ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ആവും. എൻ്റർ കൊടുക്കാം. ഇതേപോലെ സ്കെയിൽ ചെയ്യാം. എന്നിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഹെഡ് ബാൻഡ് ഇത് ഇവിടം വരെ വരാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഇനി ഇത്രയും വേർട്ടീസസ് ഞാൻ ബോക്സ് സെലക്ട് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് പോർഷനും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒഴിച്ച് ബാക്കി ഈ വേർട്ടീസസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ മോഡിഫയറിൽ വന്ന് ഞാൻ മിറർ മോഡിഫയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ മിറർ മോഡിഫയർ വെച്ചാൽ ഒരു ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആക്സിസിൽ എക്സ് ആക്സിസാണ് എനേബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ റൈറ്റിലുള്ള എന്തും എഡിറ്റ് ചെയ്താൽ അത് മറ്റേ സൈഡിൽ എഫക്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് മാത്രം എനിക്ക് ഫോക്കസ് ചെയ്താൽ മതി. സോ ഇനി ഞാൻ ഇതിൻ്റെ വേർട്ടീസസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് ഇതിൻ്റെ വേർട്ടീസസ് ജസ്റ്റ് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ മൂവ് ചെയ്യുന്നു. അതുപോലെ ക്ലിപ്പിംഗ് ഇവിടെ എനേബിൾ ചെയ്തോ, ഇല്ലെങ്കിൽ ഇത് ഇതേപോലെ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ക്ലിപ്പിംഗ് എനേബിൾ ചെയ്താൽ നമുക്ക് കണക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ആ ഒരു ഹെഡ് ബാൻഡ് ഷേപ്പിൽ ഞാൻ വരുത്തിക്കുന്നു. ഇനി എ പ്രസ് ചെയ്യാം. എ പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ വൈ ആക്സിസിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇതിനെ ജസ്റ്റ് സെൻറ്ററിലേക്ക് ആക്കാം. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുന്നത്. ഇനി ഇത് സെലക്ട് ചെയ്ത് നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ 2ലേക്ക് ഞാൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഈ മെഷീൻ്റെ എഡിറ്റ് മോഡിൽ പോയി
എ പ്രസ് ചെയ്ത് ആൾട്ട് ഇ പ്രസ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ്. അപ്പോൾ ഇതേപോലെ എക്സ്ട്രൂഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി സബ് ഡിവിഷൻ സർഫേസ് ഒരു ലെവലും കൂടി ഇൻക്രീസ് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഇത് ഷാർപ്പിലേക്കാക്കി മാറ്റാം. ശേഷം ഇത് നമുക്ക് റൈറ്റ് വീൽ വന്ന് ഇതേപോലെ വൈ ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ വന്ന് ടോപ്പ് വ്യൂവിൽ വരിക, എഡിറ്റ് മോഡിൽ വയർ ഫ്രെയിം എടുത്ത് ഈ ബോക്സ് സെലക്ട് ചെയ്യുക. ഈ ഒരു എഡ്ജിലുള്ള ഈ ഫേസ് മൊത്തം ബോക്സ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിങ്ങിൽ സ്മൂത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും സ്കെയിൽ ചെയ്യാം. SY ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഇതിൻ്റെ സർക്കിൾ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്ന ഏകദേശം ഈ ഒരു സൈസിൽ ഇൻക്രീസ് ചെയ്യാം. അപ്പം നല്ലൊരു ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഞാൻ ഈ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ ഈ ഫേസും സെലക്ട് ചെയ്യുന്നു. ശേഷം ആൾട്ട് ഇ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇതേപോലെ അതോടൊപ്പം തന്നെ ഞാൻ ഇത് ഹൈഡ് ചെയ്ത് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്നും കൂടി ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫേസ് സെലക്ട് ചെയ്ത് ഗ്ലോബൽ നിന്ന് ലോക്കൽ ചെയ്യുക. കാരണം ഇതിൻ്റെ റൊട്ടേഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലോക്കലിൽ നിന്ന് GZ ആക്സിസിലേക്ക് ഇതേപോലെ മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു ഇതിൻ്റെ. അപ്പോൾ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് S പ്രസ് ചെയ്ത് ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഞാൻ ആൾട്ട് H പ്രസ് ചെയ്ത് അൺഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ലോക്കൽ ആക്സിസിലാണ് GZ. വേണമെങ്കിൽ ഒരു ചെറിയൊരു ബെവലും കൂടി നമുക്ക് കൊടുക്കാം. Ctrl B. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഒരു സൈഡും കൂടി വെക്കാം. അപ്പോൾ അതിനായി Shift D പ്രസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഡിസേബിൾ ചെയ്ത് G പ്രസ് ചെയ്ത് ഇനി ഇതിനെ മൂവ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ Y ആക്സിസിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഹെഡ്ഫോൺ മോഡൽ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മോഡലിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം വേറെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ.